നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കിയാലോ. നീലിമ സുധിയോടും ശ്രുതിയോടുമായി പറയുന്നു, നിങ്ങളെൻ്റെ 53 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് കണക്ക് പറയിപ്പിക്കുമെന്ന്. നിനക്ക് ചെയ്യാനുള്ളത് പോയി ചെയ്യാൻ ശ്രുതി പറയുന്നു. എന്നിട്ട് അവർ സന്തോഷമായി പോകുന്നു. ഈ സമയം ട്രാഫിക് ഇൻസ്പെക്ടർ വരുന്നു. ഇൻസ്പെക്ടർ ഫൈൻ അടപ്പിച്ച് വണ്ടി തിരികെ കൊടുക്കുന്നു. അവർ വണ്ടിയുടെ കീ വാങ്ങി എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ രേവതി പോകുന്നു. ശ്രുതിയും വളരെ സന്തോഷത്തോടെ എൻ്റെ ശ്രുതി കാരണമാണ് എനിക്ക് തുക തിരികെ കിട്ടിയത്, ഇനി എന്ത് ചെയ്യാനാണ് ശ്രുതിയുടെ ഉദ്ദേശമെന്ന് ശ്രുതി അപ്പോൾ ചോദിക്കുന്നു. നേരെ വീട്ടിലേക്ക് ചെല്ലണം, സച്ചി അടക്കം എല്ലാവരെയും വിളിച്ച് രൂപ എടുത്ത് മേശയിലേക്കൊന്ന് വീശണം, എന്നിട്ട് 2 ഡയലോഗ് അവരുടെ മുൻപിൽ കാച്ചണം. എന്തിനാ സുധി നമുക്ക് തല തന്നിരിക്കുന്നത്? നീ ഒന്ന് ആലോചിക്ക്. ഈ കാശ് വീട്ടിൽ കൊടുത്ത് സുധി അഭിമാനം സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുധിക്കുണ്ടായ അപമാനം ഞാനങ്ങ് സഹിച്ചു. പിന്നെ എന്തു ചെയ്യാനാണ് നിൻ്റെ പ്ലാൻ? ഈ കാശ് വീട്ടിൽ കൊടുത്താൽ 4ആയി പങ്കുവെച്ച് 1 ഭാഗം നിനക്ക് കിട്ടും. അത് വെച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് 2 പേർക്കുമായി കാനഡയിൽ പോയാലോ? എന്നിട്ട് കാശുണ്ടാക്കി തവണകളായി അച്ഛന് കൊടുക്കാം. ശ്രുതി, ഈ ബുദ്ധി എനിക്കെന്താ ഉണ്ടാകാത്തത്? നമുക്കിപ്പോൾ തന്നെ കാനഡയിൽ പോകാനുള്ള കാശടച്ച് എല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞ് 2 പേരുമായി പോകുന്നു. പക്ഷേ അവിടെ പോയപ്പോൾ ആ വേക്കൻസി വേറെ ആളായെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഞാനൊരു ഭാഗ്യം കെട്ടവന്, എനിക്കിഷ്ടപ്പെട്ട പണി കിട്ടിയപ്പോൾ പണമില്ല, പണം വന്നപ്പോൾ പണിയുമില്ല. ശ്രുതി സങ്കടപ്പെടേണ്ട. നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 53 ലക്ഷം ഉള്ളപ്പോൾ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് അച്ഛനോട് പറയണ്ടേ? അതിനൊരു സൂത്രമുണ്ട്. മലേഷ്യയിൽ നിന്നും ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെ കാര്യം നമുക്ക് പറയണ്ട, 25 ലക്ഷം രൂപ അച്ഛൻ അയച്ചു തന്നു എന്ന് പറയാം. അപ്പം ജയിലിലുള്ള അച്ഛൻ കാശ് അയച്ചു തന്നു എന്ന് പറയുന്നതിൽ എന്തോ പന്തികേടില്ലേ? ഇത് അതുപോലെ നേരെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അച്ഛനെയും അമ്മയെയും എല്ലാവരെയും വിളിച്ച് കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നതല്ല എല്ലാവർക്കും കൊടുക്കാനായിട്ട് പോകുന്നു. 2 പേരും ഇന്നെന്താ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? അമ്മേ, എൻ്റെ അച്ഛൻ 25 ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട്, അതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തത്. അത് സച്ചി കേട്ടുകൊണ്ട് വരുന്നു. ജയിലിലുള്ള അച്ഛൻ കാശ് അയച്ചെന്നു എന്താ പറയുന്നത്? അത് അച്ഛൻ്റെ ഇളയച്ഛൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. കാശ് ആ സുഹൃത്തിൻ്റെ കയ്യിൽ അച്ഛൻ കൊടുത്തിരുന്നു. അപ്പം നേരത്തെ അറിയായിരുന്നു ജയിലിൽ പോകുമെന്നുള്ളത്? അങ്ങനെയല്ല, എനിക്ക് അയക്കാൻ വേണ്ടി നേരത്തെ കൊടുത്തതാണ്. ആ കാശ് ആ സുഹൃത്താണ് ഇപ്പോൾ ഇളയച്ഛൻ അയച്ചു കൊടുത്തിട്ട് എനിക്ക് തിരിച്ചയച്ചത്. ഇപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയോ എന്ന് ശ്രുതി ചോദിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സ് നൽകുന്നു. രേവതിയുടെ വീട്ടിൽ നിന്നും അവനൊന്നും കിട്ടുന്നില്ല, അതിൻ്റെ അസൂയയാണ് അവൻ പറഞ്ഞത് എന്ന് ചന്ദ്രമതി പറയുന്നു. ശ്രുതി വ്രതമെടുത്തതേയുള്ളൂ, അതിൻ്റെ ഫലം കിട്ടിയല്ലോ. നിങ്ങൾ കണ്ടോ, ശ്രുതിയുടെ അച്ഛൻ ഉടനെ ജയിലിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് വേണം എല്ലാം. എന്തുമാത്രം കാശാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ എന്ന് സച്ചി പറയുന്നു. നിങ്ങൾക്കെന്ത് നല്ല കാര്യം? നല്ല കാര്യം ഞങ്ങൾക്കല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ, അതെങ്ങനെ ശരിയാകും? അച്ഛന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാമെന്ന് നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് ഇതുവരെ കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ 25 ലക്ഷം രൂപ അച്ഛന് കൊടുക്കൂ. രേവതി, നീ അവനെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോ. അവരുടെ കാശ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കും. രേവതി മിണ്ടാതെ നിൽക്കുമ്പോൾ അവന് കീ കയറ്റാനാണല്ലോ അവളുടെ ശ്രമം. രേവതിക്ക് ദേഷ്യം വരുന്നു. അതിന് സച്ചേട്ടൻ പാവയൊന്നുമല്ല കീ കൊടുക്കാൻ, ന്യായമായ കാര്യമല്ലേ സച്ചേട്ടൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ബൈ, നാളെ കാണാം.